പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, വചനത്തിൻ്റെ ദീപ്തമായ അനുഗ്രഹസമ്പൂർണമായ സാന്നിധ്യത്തിലായിരിക്കാൻ ഒരിക്കൽ കൂടി ഇടയാക്കിയ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. വലിയവനും കാരുണ്യവനുമായ യേശു, വചനമായ ദൈവമാകുന്ന യേശു നമ്മോട് സംസാരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കൊറോണ വൈറസ് പടർന്നു പിടിക്കുന്ന ഈ കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാം ഭയത്തിലും ഭീതിയിലുമായിരിക്കുന്നു. വാസ്തവത്തിൽ ദൈവത്തിൻ്റെ ശക്തി എവിടെ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. പലരും പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്തേ എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തത്, എൻ്റെ വേദന മാറാത്തതെന്ത് എന്നൊക്കെ. സ്നേഹമുള്ളവരെ, തമ്പുരാൻ അതിന് മറുപടി പറയുകയാണ്. ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്: നിന്നാൽ കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. കർത്താവ് കൽപ്പിക്കുകയാണ്. അവിശ്വാസത്തെ ശാസിക്കുന്ന ഒരു വലിയ കൽപ്പനയാണ് നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യൻ്റെ അവിശ്വാസത്തെ, ദൈവ പരിപാലനയെ അവിശ്വസിക്കുന്നതിനെ ദൈവം ശാസിക്കുന്നതാണ് നമ്മളിവിടെ ഈ വചനത്തിലൂടെ കാണുന്നത്. ആ വചനത്തിൻ്റെ പശ്ചാത്തലം ഇങ്ങനെയാണ്. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യമാണ് നമ്മൾ കണ്ടത്. 14-ാമത്തെ വാക്യം മുതൽ അവിടെ പിശാച് ബാധിച്ച ബാലനെ ദൈവം സുഖപ്പെടുത്തുന്ന സംഭവമാണ് പ്രതിപാദിക്കുന്നത്. ശുദ്ധമുള്ള ലൂക്കോസിൻ്റെ രക്ഷാസുവിശേഷം 9-ാം അധ്യായത്തിലും ഇതേ ഭാഗം തന്നെ 37 മുതലുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇവിടെ വലിയ ഒരു സംഭവമാണ്. കർത്താവ് ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ, അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ, ശിഷ്യന്മാരുടെ അടുത്തെത്തിയപ്പോൾ വലിയ ജനക്കൂട്ടം അവിടെ നിൽക്കുന്നു. മാത്രമല്ല, അവരിലൊരു തർക്കമുണ്ടാകുന്നു. ജനക്കൂട്ടം അവിടുത്തെ ശാസ്ത്രിമാരും ന്യായാധിപന്മാരുമൊക്കെ ആയിട്ട് തർക്കിക്കുന്നതായാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിയമജ്ഞർ അവരോട് തർക്കിച്ചു കൊണ്ടിരിക്കുന്നതും യേശു കണ്ടു. ഉടനെ യേശു അവരോട് ചോദിച്ചു, എന്താ നിങ്ങളുടെ ഇടയിലൊരു തർക്കം? നോക്കൂ, വചനം ഇങ്ങനെയാണ്. അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അവരുമായി എന്താണ് തർക്കിക്കുന്നത്? എന്താ നിങ്ങളുടെ പ്രശ്നം? തമ്പുരാൻ നമ്മുടെ പ്രശ്നങ്ങളെ ഏതവസ്ഥയിലായിരുന്നാലും ദൈവത്തെ സ്നേഹിക്കുന്നവരെ, ദൈവം സ്നേഹിക്കുന്നവരെ ഏത് പ്രയാസങ്ങളിലും പ്രതിസന്ധികളിൽ നിന്നും അതിജീവിക്കാൻ സമയത്ത് ഇടപെടുന്നു എന്നുള്ളതാണ് ആ വചനത്തിലൂടെ നമുക്ക് കിട്ടുന്നൊരു വലിയ ബോധ്യം. ശിഷ്യന്മാർ നിയമജ്ഞരുമായി തർക്കിക്കുകയാണ്. കർത്താവ് ചോദിച്ചു, എന്താ നിങ്ങളവരോട് തർക്കിക്കുന്നത്? ശിഷ്യന്മാർ മറുപടി പറയുന്നതിന് മുമ്പ് തന്നെ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ കയറി മറുപടി പറയുകയാണ്. ഗുരു, ഞാൻ പറയാം, എന്താ കാര്യം? എൻ്റെ മകനെ ഒരു ദുരാത്മാവ് ബാധിച്ചിരിക്കുന്നു, വല്ലാത്ത പ്രതിസന്ധിയിലാക്കുന്നു. അവനെ തീയിലും വെള്ളത്തിലുമൊക്കെ കൊണ്ടിടുന്നു. ദുരാത്മാവ് അവൻ എവിടെ വെച്ച് പിടിയാലും അവനെ നിലംപതിപ്പിക്കുന്നു. അപ്പോൾ അവൻ പല്ലുകടിക്കുകയും നുരയും പതയും പുറപ്പെടുവിക്കുകയും മരവിച്ചു പോവുകയും ചെയ്യുന്നു. അതിനെ ബഹിഷ്കരിക്കാൻ നിൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. അവർക്കത് കഴിഞ്ഞില്ല. അപ്പോൾ കർത്താവ് പറയുകയാണ്, 23-ാമത്തെ വചനം, അതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്ന വിഷയം. യേശു പറഞ്ഞു, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. കർത്താവിൻ്റെ അടുത്ത്, കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് അറിഞ്ഞ് കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ച ശിഷ്യന്മാരെ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്നതൊക്കെ ബോധ്യപ്പെട്ടിട്ടായിരിക്കണം ഈ മനുഷ്യൻ തൻ്റെ മകനെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നത്. ശിഷ്യന്മാർക്ക് സാധ്യമല്ല അതിന് വിടുതൽ നൽകാൻ. ആ പൈശാചിക ബന്ധനത്തിൽ നിന്ന് ആ ബാലന് വിടുതൽ നൽകാൻ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. കർത്താവ് കൽപ്പിക്കുകയാണ്, വിശ്വാസമില്ലാത്ത തലമുറയെ എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരൂ, കർത്താവ് കൽപ്പിച്ചു. ആ ബാലനെ കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് കുട്ടിയെ തള്ളിയിട്ടു. ദൈവിക സാന്നിധ്യം അനുഭവിക്കുമ്പോൾ തന്നെ പിശാച് വിറളി പൂണ്ട് ആക്രമണ മനോഭാവം കാണിച്ചേക്കാം. പിശാച് വയലൻ്റായേക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം കണ്ടയുടനെ
ഈ കുട്ടിയിലുള്ള പിശാച് ഉണർന്ന് കുട്ടിയെ നിലത്ത് തള്ളിയിട്ടു. അവൻ നിലത്ത് വീണ് ഉരുളുകയും അവൻ്റെ വായിലൂടെ നുരയും പതയും പുറപ്പെടുകയും ചെയ്തു. യേശു ഇത് കണ്ടപ്പോൾ ആ ബാലൻ്റെ അപ്പനോട് ചോദിച്ചു, പിതാവിനോട് ചോദിച്ചു, എത്ര നാളായി ഇങ്ങനെ തുടങ്ങിയിട്ട്? ആ കാലഘട്ടത്തെ വളരെ വിശദമായിട്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും നമ്മുടെ വിചാരങ്ങളെയൊക്കെ ചോദിച്ചറിയുന്ന ഒരു കർത്താവ് ചോദിക്കുകയാണ്, എത്ര കാലമായി ഇതിങ്ങനെ തുടങ്ങിയിട്ട്? ആ രോഗിയുടെ പിതാവ് പറഞ്ഞു, ചെറുപ്പകാലം മുതലേ ഇങ്ങനെയുണ്ട്, ശൈശവം മുതൽ ഇങ്ങനെയുണ്ട്. പലപ്പോഴും അതിനെ നശിപ്പിക്കാൻ വേണ്ടി തീയിലും വെള്ളത്തിലും വീഴ്ത്തിയിട്ടുണ്ട്. എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ, ആ അപ്പൻ മകന് വേണ്ടി കർത്താവായ യേശുവിനോട് അപേക്ഷിക്കുകയാണ്, എന്തെങ്കിലും ചെയ്യാൻ നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളുടെ മേൽ കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ എന്ന് താഴ്മയോടെ ആ പിതാവ് അപേക്ഷിക്കുമ്പോഴാണ് കർത്താവ് മറുപടിയായിട്ട് പറയുന്നത്, കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. കഴിയുമെങ്കിലെന്നോ വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും കഴിയും. നിന്റെ മകനെ ഈ പൈശാചിക ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാൻ സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ അത് സാധിച്ചിരിക്കുമെന്നാണ് കർത്താവ് പറയുന്ന മറുപടി. ഇന്നും സാധാരണയായിട്ട് നമ്മളൊക്കെ ഓരോരുത്തരും, കർത്താവെ കഴിയുമെങ്കിൽ, കർത്താവെ നിനക്ക് പറ്റുമെങ്കിൽ എൻ്റെ ഈ കാര്യത്തിൽ ഇടപെടും, നീ എന്താ എൻ്റെ കാര്യത്തിൽ ഇടപെടാത്തത് എന്ന് പലപ്പോഴും പരിഭവം കർത്താവിനോട് പറയാറുണ്ട്. യിരെമ്യാ പ്രവചന പുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കവിടെ കാണാം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം. ആ വചനം ഇങ്ങനെയാണ്, യിരെമ്യാ പ്രവചനം 15-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം, എന്താണ് എൻ്റെ വേദന മാറാത്തത്? വളരെ വേദനയോടെ, പ്രയാസത്തോടെ, ഞെരുക്കത്തിലായിരിക്കുന്ന ഓരോ സന്ദർഭങ്ങളിലും നമ്മൾ ഓരോരുത്തരും ഇതുപോലെ ചിന്തിച്ചിട്ടുണ്ടാകാം, വിചാരിച്ചിട്ടുണ്ടാകാം, കർത്താവിനോട് ചോദിച്ചിട്ടുണ്ടാകാം, എന്താണ് എൻ്റെ വേദന മാറാത്തത്? എൻ്റെ പ്രയാസം വിട്ടുപോകാത്തത് എന്ത്? എൻ്റെ മുറിവുണങ്ങാൻ കൂട്ടാതെ വിങ്ങുന്നത് എന്തുകൊണ്ട്? ഇടയ്ക്കിടെ വെള്ളം വറ്റിപ്പോകുന്ന അരുവിയെപ്പോലെ അവിടുന്ന് എന്നെ വഞ്ചിക്കുമോ? നോക്കൂ, നമ്മുടെ സ്ഥിതിയിൽ, നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ ഒരുപക്ഷെ നമ്മളും ഇങ്ങനെ ചിന്തിച്ചേക്കാം, ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ പ്രയാസത്തിൽ ഇടപെടാതെ? എന്നെ ദൈവം തള്ളിക്കളയുമോ എന്ന് നമുക്കൊരു പക്ഷേ ചിന്തയുണ്ടായേക്കാം, വേദനയുണ്ടായേക്കാം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ബോധ്യമില്ലാത്തത് കൊണ്ടാണ്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമില്ലാത്തതുകൊണ്ടാണ്, അവിശ്വാസം നമ്മിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനൊരു ചോദ്യത്തിന് നമുക്ക് പ്രചോദനമുണ്ടാകുന്നത്. അതിൻ്റെ ഉത്തരം തന്നെ യിരെമ്യാ പ്രവചനത്തിൽ ദൈവം വ്യക്തമായിട്ട് പ്രവാചകനിലൂടെ കർത്താവ് കൽപ്പിക്കുന്നുണ്ട്, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയുകയില്ല. സ്നേഹമുള്ളവരെ, എപ്പോഴും സുഖവും സന്തോഷവും മാത്രമായിരിക്കാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. ഇവിടെ ഈ പിതാവ് കർത്താവിനോട് പറയുകയാണ്, നിനക്ക് കഴിയുമെങ്കിൽ ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളെ സഹായിക്കണമേ. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, കഴിയുമെങ്കിലെന്നോ. വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതുപോലെയുള്ള ചിന്തകളും വിചാരങ്ങളും ഒക്കെ സാധാരണയായിട്ട് ഉണ്ടാകാം. അവിടെയെല്ലാം കർത്താവ് ഇതുപോലെ നമ്മുടെ സാധാരണ ജീവിതത്തിലെ, ദൈനംദിന ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളിലൂടെ കർത്താവ് നമ്മെയും ശാസിക്കുന്നുണ്ട്. കഴിയുമെങ്കിലെന്നോ, വിശ്വസിക്കുന്നവന് എല്ലാം കഴിയും. വിശ്വസിച്ചാൽ, ഭക്തിയോടെ, ആഗ്രഹത്തോടെ വിശ്വസിച്ചാൽ നിനക്കത് സാധ്യമാണെന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ദൈവ പരിപാലനയിൽ ആശ്രയിക്കുമ്പോൾ ദൈവം സകലതിനും മതിയായവനാണ്. ശുദ്ധമുള്ള വേദപുസ്തകത്തിൻ്റെ ആദിയോടന്തം പരിശോധിക്കുമ്പോൾ ഭയപ്പെടേണ്ട എന്നുള്ള വചനം 365 പ്രാവശ്യം ഈ വിശുദ്ധ വേദപുസ്തകത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി ഭയപ്പെടേണ്ട, നീ വ്യാകുലപ്പെടേണ്ട, നീ പരിഭ്രമിക്കണ്ട, നിന്നെ രക്ഷിക്കാൻ ഞാനുണ്ട്, ഞാൻ നിന്നെ തള്ളിക്കളയില്ല, നിൻ്റെ വേദന എത്ര വലുതായിരുന്നാൽ തള്ളിക്കളയില്ല എന്ന് വളരെ ശക്തമായിട്ട് തന്നെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സങ്കീർത്തനം 37-ന്റെ 3-4 വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെല്ലാം നടക്കുമെന്ന് ആ വചനങ്ങളിൽ കർത്താവ് ആഴത്തിൽ തന്നെ പറയുകയാണ്. നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്തായിരുന്നാലും അത് സാധ്യമാണ്, വിശ്വാസത്തോടു കൂടെ നീ പ്രാർത്ഥിച്ചാൽ. വീണ്ടും ശുദ്ധമുള്ള
മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, അത് കർത്താവായ യേശുക്രിസ്തു തന്നെ വളരെ ആഴത്തിൽ നമ്മോട് ബോധ്യപ്പെടുത്തി നമ്മോട് അറിയിക്കുകയാണ്. 11-ന്റെ 24-ാമത്തെ വചനം, ഞാൻ പറയുന്നു, കർത്താവ് കൽപ്പിക്കുകയാണ്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവേൻ. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ഈ വചനം ബൈബിളെടുത്ത് ഒന്ന് വായിച്ചു നോക്കണം. ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യം, അതിനാൽ ഞാൻ പറയുന്നു, കർത്താവ് കൽപ്പിക്കുകയാണ്, കർത്താവിൻ്റെ തിരുവായ് കൊണ്ട് അരുളി ചെയ്യുകയാണ്. മാറ്റമില്ലാത്ത, മായാത്ത, മറയാത്ത വാഗ്ദാനമാണത്. ഞാൻ പറയുന്നു, വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനയിൽ, യാചനയിൽ എന്തപേക്ഷിച്ചാലും, നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവീൻ. വിശ്വസിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കർത്താവിൻ്റെ മാറാത്ത വലിയ വാഗ്ദാനമാണ് ദൈവം അവിടെ നമുക്ക് നൽകുന്നത്. വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. വീണ്ടും വിശുദ്ധ വേദപുസ്തകം ആദ്യോടൊന്നും പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, കർത്താവ് പല പ്രാവശ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. വീണ്ടും ശുദ്ധമുള്ള യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിലും നമ്മൾ 37-ാമത്തെ വചനത്തിലും ഇങ്ങനെ തന്നെ വായിക്കുന്നു, ഇങ്ങനെ തന്നെ മനസ്സിലാക്കുന്നു. കർത്താവ് കൽപ്പിക്കുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ ആയിരിക്കാനാണ് ഈ ദിവസം നമ്മൾ ആകേണ്ടത്. വാസ്തവത്തിൽ നമ്മൾ വിശ്വാസമുണ്ടെന്നും ഭക്തിയോടുകൂടെ പ്രാർത്ഥിക്കുന്നുവെന്നും പള്ളിയിൽ പോകുന്നതൊക്കെ സാധാരണയായിട്ട് പറയും. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്ത്, എനിക്ക് അടുത്തറിയാവുന്ന ഒരാളാണ്, നല്ല ഒരു സർക്കാർ ജോലിയുള്ള, നല്ല ന്യായമായ വിധത്തിൽ മാന്യമായി ജീവിക്കാൻ എല്ലാ സംവിധാനങ്ങളുമുള്ള എൻ്റെ ഒരു സുഹൃത്ത്. അവർ പറയുകയാണ്, അച്ഛാ, എന്താ ഞാൻ എന്നും ഇങ്ങനെ കഷ്ടത തന്നെയാണോ അനുഭവിക്കേണ്ടത്? സംഭവം എന്താണ്? അവളുടെ ഭർത്താവുമായിട്ട് സ്നേഹത്തിലും ഐക്യത്തിലുമല്ല. എന്നും ഞാൻ ഒറ്റയ്ക്കാണോ ഇതെല്ലാം ചെയ്യേണ്ടത്? അവളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലേക്കും ഇടപെടാൻ ഭർത്താവിൻ്റെ പങ്കാളിത്തമില്ല. അവൾ തന്നെ സ്വയം എല്ലാം കണ്ടെത്തുകയും പ്രതിവിധി ഉണ്ടാക്കുകയും ചെയ്യുന്നു. മക്കളെ സംരക്ഷിക്കുന്നതിനോ വളർത്തുന്നതിനോ വീട് പണിയുന്നതിനോ ചുറ്റുപാടുകൾ സംരക്ഷിക്കുന്നതിനോ ഒന്നും ഭർത്താവിൻ്റെ പങ്കാളിത്തമില്ലാതെ എല്ലാം അവൾ തന്നെ ചെയ്യുന്നു. സർക്കാർ ഉദ്യോഗസ്ഥയായതുകൊണ്ട് വീട്ടിലെ അവളുടെ സ്വന്തം സഹോദരങ്ങളുടെ കാര്യത്തിലും എല്ലാം അവൾ തന്നെ ശ്രദ്ധിക്കുന്നു. നോക്കൂ, അവൾ പറയുകയാണ്, ഞാനിതെല്ലാം എത്ര നാളിങ്ങനെ ചെയ്യും? എൻ്റെ ജീവിതം ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ എന്ന് ചിന്തിക്കുകയാണ്. എന്തേ എൻ്റെ വേദന മാറാത്തത്? ഞാൻ എന്നും ഈ പ്രയാസത്തിൽ തന്നെ ആയിരിക്കണമോ എന്നുള്ളതാണ് അവളുടെ ചോദ്യം. ഇത് സാധാരണയായിട്ട് മനുഷ്യർ കാണുന്ന ഒരു വലിയ വാസ്തവമാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ നമുക്ക് പ്രയാസമുണ്ടാകും, നിരാശയുണ്ടാകും, വേദനയുണ്ടാകും. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ പ്രവാചകനിലൂടെ ആ വചനം വെളിപ്പെടുന്നത്, എന്തുകൊണ്ടാണ് എൻ്റെ വേദന മാറാത്തത്? അതിനുത്തരം തന്നെ ആ യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ നമ്മൾ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. 31-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും വേദനകളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഇതുപോലെ ചോദിക്കുന്നെങ്കിൽ ദൈവം അതിന് ഉത്തരം തരുന്നു. ഞാൻ നിന്നെ തള്ളിക്കളയില്ല എന്ന് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതുപോലെ പിതാവായ ദൈവത്തിൻ്റെ വലിയ അരുളപ്പാട് യിരെമ്യാ പ്രവാചകനിലൂടെ പുറത്തു വരികയാണ്. 37-ാമത്തെ വാക്യം, യിരെമ്യാ 31:37, മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കുവാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? നിനക്ക് മുകളിൽ ആകാശത്തിൻ്റെ അളവെടുക്കാൻ നിനക്ക് കഴിയുമോ? ഭൂമിയുടെ അടിസ്ഥാനം കണ്ടെത്താൻ നിനക്ക് കഴിയുമോ? നിനക്ക് അസാധ്യമായ പല കാര്യങ്ങളുമുണ്ട്. അതാണ് അതിൻ്റെ അർത്ഥം. എങ്കിൽ അങ്ങനെ നിനക്ക് കണ്ടെത്താൻ കഴിയുമെങ്കിൽ മാത്രമേ ഇസ്രായേൽ സന്തതികളെ അവരുടെ പ്രവൃത്തികൾ നിമിത്തം ഞാൻ തള്ളിക്കളയുകയുള്ളൂ. നീ ഏത് പാപാവസ്ഥയിലായിരുന്നാലും ഏത് ദുരിതാവസ്ഥയിലായിരുന്നാലും
നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല. നീ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, നീ എൻ്റെ വിശുദ്ധ ജനത്തിൽപ്പെട്ടവനാണ്, നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല എന്നാണ് കർത്താവ് കൽപ്പിക്കുന്നത്. അതിന് ദൈവത്തിന് ഇടപെടണമെങ്കിൽ നമുക്ക് ദൈവത്തിലുള്ള വിശ്വാസവും ബോധ്യവും അനിവാര്യമാണ്. നന്നായി ജീവിക്കാൻ, നന്നായി വളരാൻ ഇന്ന് നമുക്ക് അനിവാര്യമായിട്ടുള്ളത് ദൈവപരിപാലനയിലുള്ള ആശ്രയമാണ്. ദൈവപരിപാലനയിൽ ആശ്രയിക്കാൻ നമ്മളായിത്തീരുമ്പോൾ നമുക്ക് നമ്മുടെ തന്നെ സ്വന്തം ശക്തിയിലും സ്വന്തം കഴിവിലുമല്ല നമ്മൾ ഊറ്റം കൊള്ളേണ്ടത്. കർത്താവ് കൽപ്പിക്കുന്നു, ശുദ്ധമുള്ള മർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ, ചില രോഗികളുടെ മേൽ കൈവച്ച് അവരെ സൗഖ്യപ്പെടുത്തിയതല്ലാതെ മറ്റൊന്നും ചെയ്യാൻ അവന് സാധിച്ചില്ല. ജനത്തിൻ്റെ അവിശ്വാസ മുഖാന്തരമാണ് കർത്താവിന് ഒന്നും പ്രവർത്തിക്കാൻ കഴിയാതിരുന്നത്. സ്നേഹമുള്ളവരെ, നിങ്ങളെന്നും വേദനയിലും ഞെരുക്കത്തിലും ആയിരിക്കണമെന്ന് ഒരിക്കലും തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല, ദൈവം വിഭാവന ചെയ്യുന്നില്ല. എന്നാൽ ദുഃഖവും വേദനയും അല്പം പോലും നിനക്ക് ഉണ്ടാകരുത് എന്നും ദൈവം കൽപ്പിച്ചിട്ടില്ല. ക്രിസ്തീയ ജീവിതം ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും സമ്മിശ്രണമാണ്. ദുഃഖവും സന്തോഷവും ഉണ്ടാകുമ്പോഴാണ് ജീവിതം അനുഭവയോഗ്യമായി അനുഗ്രഹകരമായി തീരുന്നത്. ആ ദുഃഖത്തിലും പ്രയാസത്തിലും കഷ്ടതയിലുമൊക്കെ നിരാശ തോന്നുമ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുകയാണ്, എന്തേ എൻ്റെ ജീവിതത്തിൽ ഇടപെടാത്തത്? അങ്ങനെ നമ്മൾ പറയുമ്പോൾ ദൈവത്തെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ കഴിയാത്തവനാണെന്ന് പറഞ്ഞ് ദൈവത്തെ വിസ്തരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ്, ഒരു മനോഭാവമാണ് നമുക്കുണ്ടാകുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം സർവശക്തനാണ്, സകലതിനും മതിയായവനാണ്, ആശ്വസിപ്പിക്കുന്നവനാണ്. ആ ദൈവത്തിലായിത്തീരാൻ, ആ ദൈവത്തിൻ്റെ അനുഭവം, കൃപ നമ്മുടെ ജീവിത സന്ദർഭങ്ങളിലേക്ക് എത്തിച്ചേരാൻ നമ്മൾ വിശ്വാസമുള്ളവരായിത്തീരണം. ഈ പിശാച് ബാധിച്ച ബാലൻ്റെ പിതാവിനോട് കർത്താവായ യേശുക്രിസ്തു കൽപ്പിക്കുകയാണ്, കഴിയുമെങ്കിലെന്നോ വിശ്വസിച്ചാൽ നിങ്ങൾക്കെല്ലാം സാധ്യമാണ് എന്നാണ് ആ വചനത്തിലൂടെ കർത്താവ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, വാസ്തവത്തിൽ നമ്മുടെ ഈ പ്രയാസങ്ങളെ ഇങ്ങനെ ആയിരിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തിൻ്റെ ബോധ്യം നമുക്കുണ്ടാകുന്നുണ്ടോ, അനുഭവം നമുക്കുണ്ടാകുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. ഒരു കുഞ്ഞ് അതിൻ്റെ അമ്മയുടെയോ അപ്പൻ്റെയോ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ അതിന് ബോധ്യമുണ്ട് അത് സുരക്ഷിതനാണെന്ന്. മറ്റൊരു സ്ഥലത്തേക്ക് എത്തുന്നതിനേക്കാൾ, മറ്റൊരു ആളെ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് സ്വന്തം മാതാപിതാക്കളിലായിത്തീരുക എന്നുള്ളതാണ് അവനെ സംബന്ധിച്ച് വലിയ സുരക്ഷ. അപ്പൻ്റെ മടിയിലായിരിക്കുമ്പോൾ അവന് ഭയമില്ല. ഞാൻ നേരത്തെ കേട്ടിട്ടുള്ള ഒരു സംഭവമുണ്ട്. വലിയ ഒരു ബഹളമുണ്ടായ കാലത്ത് ദാദറിൽ ഒരു ഫ്ലാറ്റിൽ തീപിടിച്ചു. ആ തീപിടിച്ചപ്പോൾ ആ വലിയ കെട്ടിടത്തിൻ്റെ ഒരു മുറിയിൽ, ഒരു വരാന്തയിൽ നിന്ന് ഒരു കുഞ്ഞ് കരഞ്ഞ് ബഹളമുണ്ടാക്കുകയാണ്. എല്ലാവരും പുറത്തിയാടി, കുഞ്ഞ് മാത്രം പുറത്തിയാടാൻ പറ്റിയില്ല. ആ താഴെ നിലകളിലൊക്കെ തീ ആളുകയാണ്. കുഞ്ഞ് മുകളിൽ നിന്ന് കരയുകയാണ്. താഴെ വലിയ ജനക്കൂട്ടം, ആൾക്ക് താഴെ നിന്ന് മുകളിലേക്ക് ഓടിയെത്താൻ കഴിയുന്നില്ല. ആ സന്ദർഭത്തിൽ താഴെ പോലീസും ജനങ്ങളും ഒക്കെ വലവിരിച്ച് നിൽക്കുകയാണ്. മോനെ താഴേക്ക് ചാടിക്കോ, സുരക്ഷിതമായി ഞങ്ങൾ പിടിച്ചോളാം. ഈ കുഞ്ഞ് താഴേക്ക് ചാടുന്നില്ല, ചാടാൻ പറ്റുന്നില്ല. അവൻ കരയുകയാണ്. തീയും പുകയും അടിയിൽ നിന്ന് ഉയരുകയാണ്. ഉടനെ കുഞ്ഞിൻ്റെ അമ്മ ഓടി വന്ന് മുന്നോട്ട് കയറിയിട്ട് പറയുകയാണ്, മോനെ താഴേക്ക് ചാടിക്കോ, അമ്മ പിടിച്ചോളാം. അമ്മയെ കണ്ട മാത്രയിൽ തന്നെ കുഞ്ഞ്, ഇത്രയും ഉയരത്തിൽ ചാടുന്ന കുഞ്ഞിനെ പിടിക്കാൻ അമ്മയ്ക്ക് കഴിവില്ല, അമ്മയ്ക്ക് സാധ്യവുമല്ല. പക്ഷേ അതല്ല കുഞ്ഞ് ധരിക്കുന്നത്. കുഞ്ഞ് അമ്മ വിളിച്ച അമ്മയെ കണ്ട മാത്രമേ, ജനക്കൂട്ടത്തിൻ്റെ ഇടയിൽ അമ്മയുടെ ശബ്ദം കേൾക്കുക, അമ്മയെ കാണുകയും ചെയ്തപ്പോഴേക്കും നേരെ താഴേക്ക് ചാടി. പോലീസ് വലിയ വല വിരിച്ചിരുന്നത് കൊണ്ട് കുഞ്ഞ് സുരക്ഷിതനായി രക്ഷപ്പെട്ടു എന്ന് ഇത് നടന്ന സംഭവമായിട്ടാണ് ഞാൻ കേട്ടത്. സ്നേഹമുള്ളവരെ, ഇത് ആ കുഞ്ഞിൻ്റെ സുരക്ഷ, അമ്മയിലുള്ള വിശ്വാസവും ബോധ്യവുമാണ്. ഇത് നമുക്ക് ദൈവത്തിലുണ്ടാകണം. ദൈവം എന്നെ രക്ഷിക്കാൻ മതിയായവനാണ് എന്നുള്ള വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രയാസങ്ങളും പരാധീനതകളും കഷ്ടതകളും ഒക്കെ നമുക്ക് അതിജീവിക്കാൻ, എളുപ്പത്തിൽ അതിജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇങ്ങനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തി വിസ്തരിക്കുന്ന ഒരു സംഭവം നമുക്കുണ്ടാവുകയില്ല. എന്തേ എൻ്റെ വേദന മാറാത്തത്, എന്തേ എൻ്റെ വിങ്ങൽ മാറാത്തത് എന്നുള്ള ചിന്ത നമുക്കുണ്ടാവുകയില്ല. ഈ കാലഘട്ടത്തിൽ
നമ്മൾ പൂർണ്ണമായും ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ മറ്റുള്ളവരെ നമ്മുടെ പദ്ധതികളിലൊക്കെ മാറ്റി നിർത്തുകയാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ കണ്ടിട്ടില്ലേ ഈ കാലഘട്ടത്തിൽ ഒരു മൃഗം മാനിൻ്റെ കൂട്ടം ആയിട്ട് പോകുമ്പോൾ ആ മാനിനെ പിടിക്കാൻ കടുവയ്ക്കോ സിംഹത്തിനോ സാധ്യമല്ല, ഓടി വരികയുമില്ല. അതെവിടെയെങ്കിലും കാട്ടിലിങ്ങനെ പതുങ്ങിയിരിക്കും. എന്നാൽ കൂട്ടം തെറ്റി കൂട്ടത്തിൽ നിന്ന് പുറകിലായി ഒരു മാൻ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ പെട്ടെന്ന് ചാടിക്കേറി കീഴ്പ്പെടുത്തും. സിംഹത്തിൻ്റെ അല്ലെങ്കിൽ കടുവയുടെ ഇരയായി അത് തീരും. കൂട്ടമായി മൃഗങ്ങൾ പോകുമ്പോൾ ആ കൂട്ടത്തിലേക്ക് സിംഹം ഓടി വരികയുമില്ല. സ്നേഹമുള്ളവരെ, നമ്മളെല്ലാവരും സമൂഹ ജീവിയായിരിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവപരിപാലനയിൽ ഊറ്റം കൊണ്ട് ആശ്രയിച്ച് ഒന്നായിത്തീരുവാൻ നമുക്ക് സാധിക്കണം. കുടുംബത്തിൻ്റെ ബന്ധങ്ങളിൽ ദൃഢമായി ആയിത്തീരുമ്പോഴാണ് ആ വിശ്വാസ്യത നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്നത്. ആ വിശ്വാസ്യത നമ്മുടെ പിൻതലമുറകളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. ദൈവം മതിയായവനാണ്, ദൈവം നിന്നെ തള്ളിക്കളയുന്നവനല്ല, ചേർത്ത് പിടിക്കുന്നവനാണ് എന്നുള്ള ബോധ്യത്തിൽ ആയിത്തീരുമ്പോൾ തീർച്ചയായും നമ്മൾ സമർത്ഥമായി അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ നമ്മുടെ ദുരിതങ്ങളും വേദനകളും നീങ്ങിപ്പോകും. കർത്താവ് പറഞ്ഞു, ഏകമാർഗം പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകുകയില്ല എന്ന് ആ വചനത്തിൽ അതിൻ്റെ പശ്ചാത്തലമായിട്ട് കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, ബോധ്യപ്പെടുത്തുകയാണ്. അവിടെ ശുദ്ധമുള്ള മർക്കോസിൻ്റെ രക്ഷാസുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൻ്റെ 29-ാമത്തെ വചനം ഇങ്ങനെയാണ്. അവൻ പറഞ്ഞു, പ്രാർത്ഥനയാലും ഉപവാസത്താലുമല്ലാതെ ഈ ജാതി മാറിപ്പോവുകയില്ല. നമുക്ക് കഷ്ടതകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളുമൊക്കെ പൈശാചിക പീഡനങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാൻ ദൈവം നൽകിയിട്ടുള്ള മാർഗമാണ് പ്രാർത്ഥനയും ഉപവാസവും. ഈ കാലഘട്ടത്തിൽ ഈ കൊറോണ എന്നുള്ള മാരകമായ രോഗം ലോകമാകെ ഗ്രസിച്ചിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ ബാധ്യതയുണ്ട്. ഈ രോഗത്തിൻ്റെ കെടുതിയിലായിരിക്കുന്നവരെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ഈ രോഗത്തിലായിരിക്കുന്നവരെ ശുശ്രൂഷിക്കുന്ന നഴ്സുമാരെയും ഡോക്ടർമാരെയും ആരോഗ്യ പ്രവർത്തകരെയൊക്കെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അത് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടി ആയിരിക്കുമ്പോൾ തീർച്ചയായും അതിന് ഫലം കാണും. ജീവനുള്ള ദൈവം ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല എന്ന് കൽപ്പിച്ച കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് ലോകം മുഴുവനെയും സംരക്ഷിക്കും. അതിന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉപവാസത്താലും പ്രാർത്ഥനയാലുമല്ലാതെ ഈ ജാതി നീങ്ങിപ്പോവുകയില്ല. ക്ലേശങ്ങളും ദുരിതങ്ങളും പൈശാചിക വ്യാധികളുമെല്ലാം, ശാപങ്ങളും രോഗങ്ങളും പാപങ്ങളും എല്ലാം നീങ്ങിപ്പോകാൻ ഉപവാസത്താലും പ്രാർത്ഥനയാലും ദൈവം നമുക്ക് മരുന്ന് കൽപ്പിച്ചിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ, നന്നായി ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നമുക്ക് നമ്മുടെ ശക്തിക്ക് അപ്പുറമായ എല്ലാ പീഡകളും നീങ്ങിപ്പോകാൻ ദൈവശക്തിയാൽ നമ്മൾ നിറയണം. ദൈവത്തിൻ്റെ മാലാഖമാരെ നമുക്ക് കാവലാക്കി നിർത്തണം. അതിനുവേണ്ടി നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകൾ അടയ്ക്കാം. ക്രൂശിൽ കിടക്കുന്ന കർത്താവിനെ നമുക്ക് കാണാം. സർവശക്തനായ ദൈവമേ, രണ്ട് കൈകൾ രണ്ട് വശത്തേക്ക് വിരിച്ച്, തല ഒരു വശത്തേക്ക് ചായിച്ച്, നെറ്റിയിൽ മുൾക്കിരീടം ചൂടി, നെറ്റിയിൽ നിന്ന് രക്തവും വെള്ളവും ഒഴുകി, അത് ആ താടിയിലൂടെ ഒഴുകി മാറിടത്തിലേക്ക് വീണ്, കാൽമുട്ടിലേക്ക് വീണ്, അവിടെ നിന്ന് ആണിയടിയേറ്റിരിക്കുന്ന പാദങ്ങളിലേക്ക് വീഴുന്നു. തമ്പുരാനെ, അങ്ങ് എത്രമാത്രം വേദന സഹിച്ചു. അങ്ങയുടെ അടിപ്പിണരുകൾ തമ്പുരാനെ ഞങ്ങൾ കാണുന്നു. ഓരോ മുറിവുകൾ ഞങ്ങൾ ചുംബിക്കുന്നു നാഥ. ദൈവമേ, അങ്ങ് ഏറ്റ ഈ പീഡയുടെ ഒരു അംശം പോലും ഞങ്ങൾ ഏൽക്കുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ അങ്ങ് ഈ പീഡയെല്ലാം സഹിച്ചത്. കർത്താവെ, ഞങ്ങളുടെ ഈ ജീവിതത്തിലുണ്ടാകുന്ന ഈ പീഡയെ, ഈ വലിയ രോഗത്തെ, ഞങ്ങളുടെ സാധാരണ ജീവിതത്തിലെ കഷ്ടതകളെ, പ്രയാസങ്ങളെ അതിജീവിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അങ്ങേക്ക് മാത്രമേ അതിന് സാധിക്കൂ. ശക്തനായ ദൈവമേ, അങ്ങയുടെ തൃപ്പാദങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങയുടെ കൈകളിലും കാലുകളിലും ഏറ്റ ആണുകളെ പ്രതി ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് ക്ഷമിക്കണമേ നാഥ. ഞങ്ങളുടെ കുറവുകളെ അങ്ങ് പരിഹരിക്കണമേ കർത്താവെ. അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ.
ഞാൻ നിങ്ങളെ തള്ളിക്കളയുകയില്ല എന്നരുളി ചെയ്ത കർത്താവേ, അങ്ങയുടെ മാലാഖമാരെ കാവലാക്കി വെക്കണമേ. ലോകം മുഴുവനും ഗ്രസിച്ചിരിക്കുന്ന ഈ വലിയ പീഡയെ, വലിയ മഹാമാരിയായ ഈ രോഗത്തെ അങ്ങ് ശാസിച്ച് ഒതുക്കണമേ. എല്ലാ പിശാചിൻ്റെ കുതന്ത്രങ്ങളെയും അങ്ങ് ശാസിച്ച് ബഹിഷ്കരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ദുഷ്ടശക്തികളെയും ഞങ്ങൾ ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. നിർവീര്യമായി തീരട്ടെ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഈ വചനം കേൾക്കുന്നവരെയും ഇതിൽ ശ്രദ്ധയോടായിരിക്കുന്നവരെയും കർത്താവ് സംരക്ഷിക്കട്ടെ. കുരിശിൻ്റെ അടയാളത്താൽ എല്ലാ പീഡകളും നീങ്ങിപ്പോകട്ടെ. കാരുണ്യവാനായ ദൈവമേ, അങ്ങയുടെ കുരിശിലെ യാഗത്താൽ ദൈനംദിനം ഞങ്ങളെ അനുഗ്രഹിക്കുകയും സമൃദ്ധിയിലേക്കും ഐശ്വര്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്ക് അങ്ങ് കാവലായിരിക്കണമേ. ഞങ്ങൾ അങ്ങിൽ വിശ്വസിക്കുന്നു, പൂർണ്ണമായി വിശ്വസിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളി ഞങ്ങളെ സഹായിക്കുമാറാകണമേ. ആമേൻ. Money